നമസ്കാരം. ഷാജി ജോൺ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വയം തിരിച്ചറിയാനുള്ള ജ്ഞാനം, മനുഷ്യൻ്റെ ഉള്ളിലെ രഹസ്യം ഡിക്കോഡ് ചെയ്യുന്നത് എങ്ങനെ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചോദ്യം ഞാൻ ആരാണ്? എൻ്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വർഷങ്ങളായി തത്വചിന്തകന്മാരും വിശുദ്ധന്മാരും ശാസ്ത്രജ്ഞന്മാരും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ആദ്യം തൻ്റെ മനസ്സ് മനസ്സിലാക്കണം. ആത്മാവ് തിരിച്ചറിയണം. സ്വയം ഡിക്കോഡ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ ജീവിതം ശരിയായി മനസ്സിലാവുകയുള്ളൂ. ലൈഫ് വിച്ച് ഈസ് എ കോമഡി ഫോർ ദോസ് ഹു തിങ്ക് ആൻഡ് ഈസ് എ ട്രാജഡി ഫോർ ദോസ് ഹു ഫീൽ. ജീവിതം ചിന്തിക്കുന്നവർക്ക് ഒരു തമാശയാണ്, അത് അനുഭവിക്കുന്നവർക്ക് ഒരു ദുരന്ത കാവ്യമാണ്. സെൽഫ് ഡിക്കോഡിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് വേൾഡ് നൗ, ലോകത്തിൻ്റെ സൂക്ഷ്മമായ ചലനങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കാം. ഹ്യൂമൻ ബ്രെയിൻ റിസർച്ച് വളരെ വേഗത്തിൽ മുന്നേറുന്നു. MIT ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് റിസർച്ച് നടത്തുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ന്യൂറോ സയൻസ് സ്റ്റഡീസ് വഴി ഹ്യൂമൻ കോൺഷ്യസ്നെസ് പഠിക്കുന്നു. നാസ ആസ്ട്രോനട്സിൻ്റെ സൈക്കോളജിക്കൽ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നു. ന്യൂറാലിങ്ക് ബ്രെയിൻ മെഷീൻ ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഹ്യൂമൻ മൈൻഡ് സീക്രട്സ് ഡിക്കോഡ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ്. ഏൻഷ്യന്റ് വിസ്ഡം എബൌട്ട് സെൽഫ്, പുരാതന ഗ്രന്ഥങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് പഠിച്ചു. ഉദാഹരണം ഭഗവത്ഗീത, താവോ തേ ചിങ്, പുരാതന മെഡിറ്റേഷൻസ്, ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ. ഒരു പ്രധാന സന്ദേശം നൽകുന്നു: മനസ്സിനെ നിയന്ത്രിച്ചാൽ ജീവിതം നിയന്ത്രിക്കാൻ കഴിയും. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിനെ നിയന്ത്രിച്ചാൽ ജീവിതം നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക, സ്വയം ജീവിതം നിയന്ത്രിക്കുക. മോഡേൺ സൈക്കോളജി എന്തു പറയുന്നു എന്ന് നോക്കാം. മോഡേൺ സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രധാന തിങ്കേഴ്സ് സിഗ്മണ്ട് ഫ്രോയിഡ്, കാൾ ജങ് മുതലായവർ എന്തു പറയുന്നു എന്ന് നോക്കാം. ഫ്രോയിഡ് പറഞ്ഞു, മൈൻഡിന് 3 ഭാഗങ്ങളുണ്ട്. 1 കോൺഷ്യസ് മൈൻഡ്, 2 സബ് കോൺഷ്യസ് മൈൻഡ്, 3 അൺകോൺഷ്യസ് മൈൻഡ്. കാൾ ജങ് പറഞ്ഞു, മനുഷ്യരിൽ കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട്. അത് ഏൻഷ്യന്റ് ഹ്യൂമൻ എക്സ്പീരിയൻസിനെ സ്റ്റോർ ചെയ്യുന്നുവെന്ന്. ബ്രെയിൻ സയൻസ് മനുഷ്യന്റെ മനസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ഫീൽഡ് ന്യൂറോ സയൻസ് ആണ്. ബ്രെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 86 ബില്യൺ ന്യൂറോൺസ്, ട്രില്യൺസ് ഓഫ് കണക്ഷൻസ്, ലേണിംഗ് പ്ലാസ്റ്റിസിറ്റി. ബ്രെയിൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നു. ഇത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം
നമുക്ക് പുതിയ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സെൽഫ് ഡിക്കോഡിംഗ് ടെക്നിക്സ്. ഒന്നാമതായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. തലച്ചോറ് ശാന്തമാകും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മെഡിറ്റേഷൻ ബ്രെയിൻ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മെഡിറ്റേഷൻ വഴി ബ്രെയിൻ സ്ട്രക്ചർ മാറ്റാൻ കഴിയുമെന്ന് അവർ കണ്ടെത്തി. ഡെയിലി തോട്ട്സ് നമ്മളുടെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. നമ്മളുടെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. ഡിസിഷൻസ് ക്ലിയറായി വരികയും ചെയ്യും. ഡീപ്പ് റീഡിംഗ്, ആഴത്തിൽ വായിക്കുക. വിസ്ഡം ബുക്സ് വായിക്കുക. ദിവ്യ ഗ്രന്ഥങ്ങൾ വായിക്കുക. കഴിയുമെങ്കിൽ വായിക്കുക. മെനി സെർച്ച് ഫോർ മീനിങ്. മാൻസ് സെർച്ച് ഫോർ മീനിങ്. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് ലോ. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. പ്രധാനമായും ഒന്നുകൂടി പറയാം. മാൻസ് സെർച്ച് ഫോർ മീനിങ്. തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നമുക്ക് പഠിക്കാം. ഹെഡ് സ്പേസ്, കോഴ്സെറ, ഖാൻ അക്കാഡമി മുതലായ ആപ്ലിക്കേഷൻസ് നമുക്ക് അപൂർവമായ അനുഭവങ്ങളുള്ള ജ്ഞാനം നൽകുന്നുണ്ട്. സെൽഫ് ഡിക്കോഡിംഗ് സ്റ്റെപ്സ്. ഫസ്റ്റ്, ഒബ്സർവ് യുവർ തോട്ട്സ്. ചിന്തകളെ നിരീക്ഷിക്കുക. 2, ക്വസ്റ്റ്യൻ യുവർ ബിലീഫ്സ്. നിങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക. 3, ലേൺ കണ്ടിന്യൂസ്ലി. തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുക. 4, കൺട്രോൾ യുവർ ഇമോഷൻസ്. 5, ഡെവലപ്പ് ഡിസിപ്ലിൻ. മനുഷ്യൻ ലോകത്തെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം മനസ്സ് എക്സ്പ്ലോർ ചെയ്യണം. ഏൻഷ്യൻ്റ് ഫിലോസഫേഴ്സായ പലരും സെൽഫ് നോളജ് പഠിപ്പിച്ചു. മോഡേൺ സയൻസ് ബ്രെയിൻ റിസർച്ച് നടത്തി. അൾട്ടിമേറ്റ് ട്രൂത്ത് വളരെ ലളിതമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഡിസ്കവറി സ്വന്തം ഉള്ളിലെ പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതാണ്. സെൽഫ് നോളജ് ഉള്ള ആളുകൾ ജീവിതം ക്ലാരിറ്റിയോടെ ജീവിക്കും. അതുകൊണ്ട് ചോദിക്കുക, ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് ചരിത്രം മാറ്റുന്നത്. ഈ ചോദ്യം സ്വയം ചോദിക്കൂ. ഈ ലോക ചരിത്രം മാറ്റിയെഴുതൂ. ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സ്വയം അറിയാൻ ശ്രമിക്കുക. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിസ്റ്ററി അവൻ്റെ സ്വന്തം മനസ്സാണ്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് എന്താണെന്ന് തിരിച്ചറിയുക നിസ്സാര കാര്യമല്ല. അതിൻ്റെ സൂചനകളിലൂടെ റിസർച്ച് നടത്തുക, പുതിയ തലങ്ങൾ കണ്ടെത്തുക, അറിവ് സമ്പാദിക്കുക, പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കുക. നന്ദി, നമസ്കാരം.